ഈ ശുഷ്കാന്തിയില്ല, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആക്രാന്തമില്ല? എന്തുകൊണ്ടാണത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, CPM ഒരു നീതി, CPM അല്ലാത്തവർക്ക് മറ്റൊരു നീതി. കേസുകളിൽ മാത്രമല്ല നമ്മൾ ഈ ശുഷ്കാന്തി കാണുന്നത്. നേരത്തെ പറവൂരുകാരിയായ ഒരു പെൺകുട്ടി, അവർ നടിയാണെന്നാണ് പറയുന്നത്, ഏത് സിനിമയിലാണ് അഭിനയിച്ചത് എന്നുള്ളത് അത്ര വ്യക്തമല്ല. ഏതായാലും യുവനടി എന്നാണ് എല്ലാവരും അവരെ പറയുന്നത്. അവരുടെ വീടിന് മുമ്പിൽ ആരോ ചെന്ന് എന്തോ ഒച്ച ഉണ്ടാക്കി, എന്തോ വർത്താനം പറയോ, ഉച്ചത്തിൽ സംസാരിക്കുകയോ എന്തോ ചെയ്തു, ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും പറയുന്നത്. ഉടനെ തന്നെ പോലീസിൽ പരാതി കൊടുത്തു, അപ്പൊ തന്നെ കേസ് കൊടുത്തു. അതിനൊന്നും ഒരു താമസവും ഇല്ലെന്നേ. അപ്പോഴപ്പോഴാ ഒരു കേസ് കിട്ടിയാൽ മതി, പരാതി പോലീസിന് മുമ്പിൽ എത്തിയ ഉടനെ ആ കാര്യത്തിൽ പോലീസ് നടപടി എടുത്തിരിക്കും. പക്ഷേ നമ്മുടെ PT കുഞ്ഞുമ്മന്റെ കാര്യത്തിൽ ഇതൊന്നും ആരും പ്രതീക്ഷിക്കരുത്. എന്തുകൊണ്ടായിരിക്കാം ഈ CPM-കാര് പ്രതിയായ കേസുകളിൽ നടപടികൾ വൈകുന്നത്? ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ, ലൈംഗിക ആരോപണ കേസുകളിൽ കുറ്റം തീവ്രതയുള്ളതാണോ, തീവ്രത കുറഞ്ഞതാണോ, അതിതീവ്രമാണോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് CPM ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത്. AK സെന്ററിലും ജില്ലാ ഓഫീസുകളിലും ഒക്കെ ഇത് അളക്കാനുള്ള യന്ത്രം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഒരുപക്ഷെ ഈ കേസ്, PT കുഞ്ഞമ്മദിന്റെ കേസ്, അദ്ദേഹം തൃശ്ശൂരുകാരനാണല്ലോ, ഗുരുവായൂരുകാരനാണല്ലോ, ഈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലെ യന്ത്രത്തിൽ പരിശോധിച്ചു കാണും. അത് കഴിഞ്ഞിട്ട് ഇവിടെ AK സെന്ററിൽ പരിശോധിക്കണം. അപ്പീൽ കോടതി ഇവിടെയാണല്ലോ.